എല്ലാവർക്കും നമസ്കാരം. മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിലായി മാർച്ച് മാസത്തിലെ കുറേയധികം കറണ്ട് അഫയേഴ്സ് നമ്മൾ നൽകിയിരുന്നു. അതിന്റെ ബാക്കിയായുള്ള കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം സ്വന്തമാക്കിയത് ആര്? ഉത്തരം: പ്രൊഫസർ കവേ മദാനി. ജലഗവേഷണ രംഗത്തെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2026 സ്വന്തമാക്കിയതാണ് പ്രൊഫസർ കവേ മദാനി. അടുത്ത ചോദ്യം: യുദ്ധത്തെ തുടർന്ന് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി കുതിച്ചുയരുന്നതിനിടെ 1 കോടിയുടെ നോട്ട് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം: ഇറാൻ. നമുക്കറിയാം, അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി കുതിച്ചുയരുന്നതിനിടെ 1 കോടിയുടെ നോട്ട് പുറത്തിറക്കിയ രാജ്യമാണ് ഇറാൻ. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂകോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ്? ഉത്തരം: ട്രൂ സൈബർ സഖി. ദേശീയ വനിതാ കമ്മീഷനും ട്രൂകോളറും ചേർന്ന് സ്ത്രീകളുടെ ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി പുറത്തിറക്കിയ ഡിജിറ്റൽ ടൂൾ കിറ്റാണ് ട്രൂ സൈബർ സഖി. അടുത്ത ചോദ്യം: BBC-യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ഉത്തരം: മാറ്റ് ബ്രിട്ടിൻ. BBC-യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? മാറ്റ് ബ്രിട്ടിൻ. അടുത്ത ചോദ്യം: 2026 മാർച്ചിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ടത്? ഉത്തരം: സാധ്വി നിരഞ്ജൻ ജ്യോതി. ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്, ഒരു നിയമനമാണ്. 2026 മാർച്ചിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ടത് സാധ്വി നിരഞ്ജൻ ജ്യോതി. അടുത്ത ചോദ്യം: 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലം? ഉത്തരം: കൊടുവള്ളി. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലാണ് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. അടുത്ത ചോദ്യം: 2026 മാർച്ചിൽ 2000 വർഷം പഴക്കമുള്ള മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറ കേരളത്തിൽ എവിടെ നിന്നാണ് കണ്ടെത്തപ്പെട്ടത്? ഉത്തരം: കാസർഗോഡ് ജില്ലയിലെ പനയാൽ. കാസർഗോഡ് ജില്ലയിലെ പനയാലിൽ നിന്നുമാണ് 2000 വർഷം പഴക്കമുള്ള ചെങ്കല്ലറ കണ്ടെത്തപ്പെട്ടത്. അടുത്ത ചോദ്യം: 2025 വായു മലിനീകരണ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ള രാജ്യം? ഉത്തരം: പാകിസ്ഥാൻ. 2025 വായു മലിനീകരണ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള രാജ്യം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. അടുത്ത ചോദ്യം: അടുത്തിടെ വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട യുവ നേതാവ്? ഉത്തരം: സ്തുതി പ്രധാൻ. സ്തുതി പ്രധാനാണ് വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം: ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം: നരേന്ദ്രമോദി. ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് നരേന്ദ്രമോദി. അടുത്ത ചോദ്യം: 2026 മാർച്ചിൽ UK-യിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം: പെരിയസ്വാമി കുമാരൻ. അപ്പോൾ UK-യിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് പെരിയസ്വാമി കുമാരൻ. അടുത്ത ചോദ്യം: 35ാമത് അഥവാ 2025 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം: രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായാണ് 2025 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം: ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ടെസ്ല, സ്പേസ് എക്സ്, XAI എന്നീ കമ്പനികൾ സംയുക്തമായി അമേരിക്കയിലെ ടെക്സസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് നിർമ്മാണശാല? ഉത്തരം: ടെറാഫാബ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് നിർമ്മാണശാല ആരംഭിക്കുന്നത് ടെറാഫാബ്. അടുത്ത ചോദ്യം: ആംഗ്ലിക്കൻ സഭയുടെ കാന്റർബറി ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന ആദ്യ വനിത? ഉത്തരം: സാറ മുലാലി. ആംഗ്ലിക്കൻ സഭയുടെ കാന്റർബറി ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്ന
ആദ്യത്തെ വനിതയാണ് സാറ മുലാലി. അടുത്ത ചോദ്യം, IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെട്ട ക്ലബ്? ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. IPL ചരിത്രത്തിൽ ലേലത്തിൽ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെട്ട ക്ലബാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അടുത്ത ചോദ്യം, ഭീം പേയ്മെന്റ്സ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത്? ഉത്തരം MS ധോനി. അടുത്ത ചോദ്യം, 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം പാകിസ്ഥാൻ. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനീകരണം ഉള്ള രാജ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാനാണ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിലും 1-ാം സ്ഥാനത്തുള്ള രാജ്യം പാകിസ്ഥാനാണ്. അടുത്ത ചോദ്യം, 2026 IQ എയർ പുറത്തുവിട്ട 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം? ഉത്തരം ലോനി. ഉത്തർപ്രദേശിലെ ലോനിയാണ് IQ എയർ പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, JSW ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് കിരീടം നേടിയ വനിത? ഉത്തരം അനാഹത് സിംഗ്. ഇന്ത്യൻ ഓപ്പൺ JSW ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് കിരീടം നേടിയത് അനാഹത് സിംഗ്. കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം കൈലാഷ് സത്യാർത്ഥി. നമുക്കറിയാം, നോബൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥിയാണ് കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ചോദ്യം, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന പാരന്റ്സ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം? ഉത്തരം തെലങ്കാന. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന പാരന്റ്സ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തലവനായ വ്യക്തി? ഉത്തരം നരേന്ദ്രമോദി. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായും ഇന്ത്യൻ പ്രധാനമന്ത്രിയായും 2 കാലഘട്ടത്തിലെ കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തലവനായ വ്യക്തിയായിട്ടുള്ളത് നരേന്ദ്രമോദി. ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യം? ഉത്തരം ചൈന. ചൈനയിലാണ് ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ളത്. അടുത്ത ചോദ്യം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ദേശീയ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ കലിഞ്ചർ കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലെ കലിഞ്ചർ കോട്ടയാണ് ജിയോ ഹെറിറ്റേജ് സൈറ്റായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 2026 മാർച്ചിൽ ആന്ധ്രാപ്രദേശിൽ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന പദ്ധതി? ഉത്തരം ദിവ്യാംഗ ശക്തി. നമുക്കറിയാം, ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആ പദ്ധതിയുടെ പേരാണ് ദിവ്യാംഗ ശക്തി. അടുത്ത ചോദ്യം, 2026 മാർച്ചിൽ ഭൗമസൂചിക പദവി ലഭിച്ച വജ്രം? ഉത്തരം സൂറത്ഗഡ് ഡയമണ്ട്. സൂറത്ഗഡ് ഡയമണ്ടിനാണ് 2026 ഭൗമസൂചിക പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇടുക്കി വട്ടാവടയിലെ 2850 ആദിവാസി കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകുന്നതിന് നിർമ്മിക്കുന്ന ചെക്ക് ഡാം പദ്ധതി ഏത്? ഉത്തരം ചിലന്തിയാർ ചെക്ക് ഡാം. ഇടുക്കി വട്ടാവടയിലെ 2850 ആദിവാസി കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകുന്നതിനായി നിർമ്മിക്കുന്ന ചെക്ക് ഡാമാണ് ചിലന്തിയാർ ചെക്ക് ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത്? ഉത്തരം ഗുരുഗ്രാം. ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ദുരഭിമാന കൊലകൾ തടയുന്നതിനായി 2026 മാർച്ചിൽ ഇവ നമ്മവ എന്ന പേരിൽ ബിൽ പാസാക്കിയ സംസ്ഥാനം? ഉത്തരം കർണാടക. ഇപ്പോൾ ദുരഭിമാന കൊലകൾ ഏറ്റവും കൂടുതലായി നടന്നു വരികയാണ്. അത് തടയുന്നതിനായി 2026 മാർച്ചിൽ ഇവ നമ്മവ എന്ന പേരിൽ ബിൽ പാസാക്കിയ സംസ്ഥാനം കർണാടകയാണ്. അടുത്ത ചോദ്യം, അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കമ്പനികളെയും സ്ഥാപനങ്ങളെയും കുറിച്ച് പരാതി നൽകാനും വിവരങ്ങൾ അറിയാനുമായി RBI ആരംഭിച്ച വെബ്സൈറ്റ്? ഉത്തരം സചേത്. അനധികൃതമായ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കമ്പനികളെയും സ്ഥാപനങ്ങളെയും കുറിച്ച് പരാതി നൽകാനും വിവരങ്ങൾ അറിയാനുമായി RBI ആരംഭിച്ച വെബ്സൈറ്റാണ് സചേത്.
നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾസ് അവാർഡ്സിൽ ഫിക്ഷൻ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഹാൻകാങ്. അടുത്ത ചോദ്യം, ക്ഷയരോഗം മുൻകൂട്ടി അറിയാനുള്ള രക്തപരിശോധനയ്ക്കുള്ള കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം? ഉത്തരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ICMR ആണ് ക്ഷയരോഗം മുൻകൂട്ടി അറിയാനുള്ള രക്തപരിശോധനയ്ക്കുള്ള കിറ്റ് വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി? എന്റെ വോട്ട് എന്റെ ശക്തി. അടുത്ത ചോദ്യം, ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം? ഉത്തരം സ്ലോവേനിയ. ഈ യുദ്ധത്തെ തുടർന്ന് ഇന്ധനത്തിന്റെ ലഭ്യതയിലുണ്ടായ കുറവ് മൂലം ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സ്ലോവേനിയ. അടുത്ത ചോദ്യം, 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം നേടിയത്? ഉത്തരം ഗെർട്ട് ഫാൾട്ടിങ്സ്. നമുക്കറിയാം, ഗണിതശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന സമ്മാനമാണ് ആബേൽ സമ്മാനം. അപ്പോൾ ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം നേടിയത് ഗെർട്ട് ഫാൾട്ടിങ്സ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിൽ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേര്? ഉത്തരം സമ്മതി. സമ്മതിദാനാവകാശം ഉപയോഗിക്കാനായി ഭിന്നശേഷിക്കാർക്കായി ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് സമ്മതി. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും. അടുത്ത ചോദ്യം, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കുകളിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്പറേഷൻ ഊർജ സുരക്ഷ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കുകളിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഊർജ സുരക്ഷ. 2026 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയ രാജ്യം? ഉത്തരം അർജന്റീന. അർജന്റീന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് 2026 മാർച്ചിൽ ഔദ്യോഗികമായി പിന്മാറി. അടുത്ത ചോദ്യം, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം? ഉത്തരം ഏവിയൻ, ഫ്രാൻസ്. ഫ്രാൻസിലെ ഏവിയനിൽ വെച്ച് നടക്കുന്ന 2026 52ാമത് G7 ഉച്ചകോടിയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അടുത്ത ചോദ്യം, മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ? ഉത്തരം പ്രൈവറ്റ്. പ്രൈവറ്റ് എന്ന മലയാള സിനിമയ്ക്കാണ് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ഏത് പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുതലായ വനിതാ താരങ്ങൾക്കാണ് ഒളിമ്പിക്സിൽ വിലക്കേർപ്പെടുത്തിയത്? ഉത്തരം ടെസ്റ്റോസ്റ്ററോൺ. അടുത്ത ചോദ്യം, 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്? ഉത്തരം സുദർശൻ പട്നായിക്. നമുക്കറിയാം, 2027 നടക്കാൻ പോകുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സുദർശൻ പട്നായിക്. അടുത്ത ചോദ്യം, MLA-മാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ, ഹാജർ, സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് വിലയിരുത്തുന്നതിനായി അടുത്തിടെ കേരളത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡാറ്റാബേസ് പോർട്ടലാണ് MLAtrack.com. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന MLA-മാരുടെ നിയമസഭയിലെ കാര്യങ്ങൾ അറിയുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡാറ്റാബേസ് പോർട്ടലാണ് MLAtrack.com. അടുത്ത ചോദ്യം, 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത്? കിമി ആന്റണലി. അടുത്ത ചോദ്യം, കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാൻ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ വികസിപ്പിച്ച ആപ്പ്? ഉത്തരം നിയോഫൈറ്റ് ID. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് പക്ഷിയുടെ മുട്ടയാണ് 10 വർഷത്തിനു ശേഷം ഗുജറാത്തിൽ വിരിഞ്ഞത്? ഉത്തരം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയായ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ മുട്ടയാണ് 10 വർഷത്തിനു ശേഷം ഗുജറാത്തിൽ വിരിഞ്ഞത്.
അടുത്ത ചോദ്യം 2027 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മനുഷ്യനെ ഇറക്കുന്ന നാസയുടെ ദൗത്യം ഏത്? ഉത്തരം ആർട്ടിസ് 3. അടുത്ത ചോദ്യം ഇന്ത്യ വികസിപ്പിക്കുന്ന ശബ്ദത്തെക്കാൾ 7 ഇരട്ടിയിലധികം വേഗവും 700 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധിയുമുള്ള മിസൈൽ ഏതാണ്? ഉത്തരം ശൗര്യ NG. ശബ്ദത്തെക്കാൾ 7 ഇരട്ടിയിലധികം വേഗവും 700 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധിയുമുള്ളതുമായ ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലാണ് ശൗര്യ NG. അടുത്ത ചോദ്യം 2026 മാർച്ചിൽ കേരളം ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായത്? അഡ്വക്കേറ്റ് പി ശ്രീകുമാർ. ഒരു പുതിയ നിയമന ചോദ്യമാണ്. 2026 മാർച്ചിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ? ഉത്തരം അഡ്വക്കേറ്റ് പി ശ്രീകുമാർ. അടുത്ത ചോദ്യം ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കൊണ്ടുവരുന്ന ബിൽ? ഉത്തരം ജൻ വിശ്വാസ് ഭേദഗതി ബിൽ. അടുത്ത ചോദ്യം ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ഡ്രോൺ സംവിധാനം? ഉത്തരം വായു ബാൺ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്വയം നിയന്ത്രിത ഡ്രോൺ സംവിധാനത്തിന്റെ പേരാണ് വായു ബാൺ. അടുത്ത ചോദ്യം 2026 ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ലെലി ഫെൽറ്റ്. 2026 ഭാരത് വൈദ്യുതി ഉച്ചകോടിയുടെ വേദി? ഉത്തരം ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണ് 2026 ഭാരത് വൈദ്യുതി ഉച്ചകോടി നടക്കുന്നത്. അടുത്ത ചോദ്യം ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയ ഇന്ത്യക്കാരി? ഉത്തരം ഭൂപതി രാജു അൻമിഷ് വർമ്മ. ഭൂപതി രാജു അൻമിഷ് വർമ്മ എന്ന വനിതയാണ് ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയ ഇന്ത്യക്കാരി. അടുത്ത ചോദ്യം യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. അടുത്ത ചോദ്യം അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമായിരുന്നു. യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്ത ചോദ്യം അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സ്വർണ്ണ നാണയത്തിൽ ഇടം പിടിക്കുന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം ഇതാണ് 250ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സ്വർണ്ണ നാണയം. അടുത്ത ചോദ്യം 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളായത്? ഉത്തരം മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളായത്. ഇത്രയുമാണ് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സുകൾ. അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുഴുവനായും ഈ വീഡിയോകളിൽ നിന്ന് തന്നെ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോകൾക്കും മറ്റ് SCRT വീഡിയോകൾക്കുമായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.